നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണകാലയളവിൽ അതാത് പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയ പദ്ധതികളും ഭാവിയിലേക്കുള്ള ലക്ഷ്യങ്ങളും കേരള വിഷൻ ന്യൂസിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പമുള്ളത് ഇടുക്കി ജില്ലയിലെ ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു, എറണാകുളം ജില്ലയിലെ ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതീഷ് എം എസ് എന്നിവരാണ്. എന്റെ പഞ്ചായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജില്ലയിലെ ആലക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികളിലേക്കും പ്രവർത്തനങ്ങളിലേക്കുമാണ് നമ്മൾ ആദ്യം പോകുന്നത്. പാലിയേറ്റീവ് പരിചരണ രംഗത്തും ആരോഗ്യ മേഖലയിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ള പഞ്ചായത്താണ് ആലക്കോട്. മാലിന്യ സംസ്കരണത്തിലും വിജയകരമായ മാതൃകകൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു ഉണ്ട്. ആലക്കോട് പഞ്ചായത്തില് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. FHCയില് നമുക്ക് പാലിയേറ്റീവ് രോഗികളെ 275 കുടുംബങ്ങളുണ്ട് നമുക്ക് നോക്കാൻ. അത് 20 ദിവസവും ഹോം കെയർ പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് നല്ല രീതിയിൽ ഓരോ വർഷത്തേക്കും 8 ലക്ഷം രൂപയെ, അതുപോലെ തന്നെ പാലിയേറ്റീവിന് തന്നെ 10 ലക്ഷം രൂപയെ നമ്മൾ മാറ്റിവെച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ. ആയുർവേദം, അതോടൊപ്പം തന്നെ ആയുർവേദവും വെൽനസ് സെന്റർ ഇപ്പൊ നമുക്ക് കൂടുതലായിട്ടും എല്ലാ വാർഡുകളിലും നമ്മൾ യോഗയുടെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. മാസത്തിൽ 1-2 ദിവസങ്ങളിൽ വെച്ചിട്ട് തുടർച്ചയായിട്ട് അതും നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. നിരവധി നേട്ടങ്ങളും പുരസ്കാരങ്ങളും കരസ്ഥമാക്കിയിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് ആലക്കോട്. 2023 ആർദ്ര കേരളം പുരസ്കാരം, അതുപോലെ തന്നെ ഈ വർഷം ജില്ലയിലെ 53 പഞ്ചായത്തുകളിൽ നിന്ന് ഹരിത സഭകളിൽ 3-ാം സ്ഥാനം എന്നിങ്ങനെയുള്ള നിരവധി നേട്ടങ്ങൾ കൈവരിക്കാനായിട്ടുണ്ട്. എങ്ങനെയാണ് ഇതെല്ലാം സാധ്യമായത്? നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 13 വാർഡാണ് ഉള്ളത്. നമ്മൾ 13 വാർഡിലെ മെമ്പർമാരും അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് സ്റ്റാഫുകള് എല്ലാം നല്ല രീതിയിൽ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പുരസ്കാരങ്ങൾ കിട്ടാനുള്ള കാരണങ്ങൾ. അത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ 2018 ഹരിതകർമ്മ പ്രവർത്തനം ആരംഭിച്ചു. അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന, ഇപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന അന്ന് നമ്മുടെ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് നമുക്ക് ഹരിതകർമ്മയുടെ വാഹനം വാങ്ങിക്കുകയും ഇന്നും നല്ല രീതിയിലുള്ള ഹരിതകർമ്മയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ലാതെ നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഹരിതസഭ നവംബർ 14 നമ്മൾ സ്കൂളുകളിൽ ഹരിതസഭ പ്രവർത്തനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. ഈ പുരസ്കാരങ്ങളോടൊക്കെ ഒപ്പം തന്നെ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആ പഞ്ചായത്തിൽ നടപ്പാക്കി വരുന്നുണ്ട്. ബയോബിൻ മാതൃകയിൽ മാലിന്യം ശേഖരിക്കുന്നതും അതുപോലെ തന്നെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി, അതായത് MCF കേന്ദ്രങ്ങളും വിജയകരമായിട്ട് ആ പഞ്ചായത്തിൽ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മാലിന്യ സംസ്കരണ രംഗത്ത് പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കി വെക്കാനായി സ്വീകരിച്ചു വരുന്ന ഈ 2 പദ്ധതികൾ, ആ പദ്ധതികളുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്നതൊന്ന് വിശദീകരിക്കാമോ? മാലിന്യം നമുക്ക് എല്ലാ വാർഡുകളിലും ഇപ്പോൾ നിലവിൽ ഓരോ മിനി MCF ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ MCFും കൂടെ കൂടുതലായിട്ട് വെക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഉടനെ തന്നെ അത് ഓരോ വാർഡിലും ഒരെണ്ണം കൂടെ വെക്കുന്നുണ്ട്. അതുപോലെ 2 MCF 400 സ്ക്വയർ ഫീറ്റിന് 2 MCF നമുക്ക് ഉണ്ട്. ഇനി നമുക്ക് ഇപ്പൊ കളക്ടറുടെ ഓർഡർ വന്നിട്ടുണ്ട്. MCFനുള്ള തീരുമാനം നമ്മൾ എടുത്ത് ഓരോ പഞ്ചായത്തിലും എടുക്കേണ്ട ആ ഒരു ഓർഡർ നമുക്ക് നിലവിൽ കളക്ടർ തന്നിട്ടുണ്ട്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉള്ള ഫണ്ടുകളൊക്കെ വെച്ച് തുടർ നടപടിയായിട്ട് നടത്തുവാനുള്ള പ്ലാനുകൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ടൂറിസം മേഖലയും ഇതോടൊപ്പം തന്നെ നമുക്ക് MVPയുടെ സ്ഥലത്താണ് നമ്മളിത് കണ്ടെത്തിയിരിക്കുന്ന. കളക്ടറും കൂടെ വന്ന് അതിന്റെ സ്ഥലം പരിശോധിക്കുകയും നോക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ടൂറിസവും ഇത് രണ്ടും കൂടെ യോജിച്ച് കൊണ്ടുപോകുക എന്നൊരു ആണ് കളക്ടർ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതനുസരിച്ചുള്ള തുടർ നടപടികൾ നമ്മൾ നടത്തുവാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ആൾക്കാർക്കൊരു ആശങ്കയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ പഞ്ചായത്തിലോട്ട് തന്നെ ഇളംദേശം ബ്ലോക്കിൽ 7 പഞ്ചായത്തുണ്ട്. അപ്പൊ 7 പഞ്ചായത്തിലും ഇങ്ങോട്ട് വരുമോ എന്നൊരു ആശങ്കയുണ്ട്. അതൊരിക്കലും അത് നടക്കുകയില്ല. കാരണം ഓരോ പഞ്ചായത്തിലും അവരുടെ തന്നെ ഓരോ MCF വേണമെന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ട് നമുക്ക് ഏതായാലും അങ്ങനെ വരത്തില്ല. മറ്റു പഞ്ചായത്തിലൊന്നും നമുക്ക് വരത്തില്ല. നമ്മുടെ പഞ്ചായത്തിൽ നമുക്ക് ചെയ്യാനുള്ള പദ്ധതിയാണ് നമ്മൾ നടപ്പിലാക്കുന്നത്.
അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ പ്രധാനമായും അവിടെ നടത്തിവരുന്ന കൃഷിവിളകൾ പൈനാപ്പിൾ അതുപോലെ തന്നെ നെല്ലും അത്തരത്തിൽ കൈതച്ചക്ക പോലുള്ള കൃഷികളാണ് പ്രധാനമായും നടത്തിവരുന്നത്. ആ കാർഷിക മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ എന്തെല്ലാമാണ്? പ്രത്യേകിച്ചും ഒരു മലയോര മേഖല അല്ലെങ്കിൽ വന്യജീവി സംഘർഷത്തിന് സാധ്യതയുള്ള ഒരു മേഖലയാണോ ഈ വന്യജീവികൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പോലുള്ള പ്രതിസന്ധികൾ എന്തെങ്കിലും നേരിടേണ്ടി വരുന്നുണ്ടോ? നമ്മുടെ പഞ്ചായത്ത് ചെറിയ പഞ്ചായത്താണ് എങ്കിലും ക്ഷീര കർഷകര് നല്ല രീതിയിലുള്ള പ്രവർത്തനമുണ്ട്. അവർക്ക് നമ്മൾ സബ്സിഡി ആയിട്ട് ഇപ്പൊ ഈ വർഷം ജനുവരി തൊട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ കാലിത്തീറ്റ അവർക്ക് സൗജന്യമായിട്ട് ഓരോ ചാക്ക് കാലിത്തീറ്റ കൊടുക്കാനുള്ള പദ്ധതിയുണ്ട്. അതോടൊപ്പം പാലിന് സബ്സിഡി കൊടുക്കുന്നുണ്ട്. പിന്നെ നെൽകർഷകർക്ക് സബ്സിഡി കൂലിച്ചെലവായിട്ട് അതും കൊടുക്കുന്നുണ്ട്. പിന്നെ വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മുള്ളംപന്നിയൊക്കെ ഇറങ്ങി കൃഷിയൊക്കെ ചെറിയ തോതിലുള്ള മുള്ളംപന്നിയുടെ ആക്രമണങ്ങളുണ്ട്. അല്ലാതെ മറ്റു വലിയ ആക്രമണങ്ങളില്ല നമ്മുടെ പഞ്ചായത്തില്. കാർഷിക മേഖലയിൽ ഇത്തരത്തിൽ നിലവിൽ നടത്തിവരുന്ന പ്രധാന കൃഷിയിനങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ നെല്ല്, അതുപോലെ തന്നെ കൈതച്ചക്ക അഥവാ പൈനാപ്പിൾ അത്തരത്തിലുള്ളതാണ്. എന്തായാലും വേനൽക്കാലം വരാൻ പോവുകയാണ്. ഇത്തരത്തിൽ കാർഷിക മേഖലയ്ക്ക് വരൾച്ച അടക്കമുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വരാറുണ്ട്. അത്തരത്തിലൊരു വരൾച്ച അല്ലെങ്കിൽ വേനൽക്കാലത്തൊരു ജലക്ഷാമം മുന്നിൽ കണ്ടുകൊണ്ട് ഇറിഗേഷൻ അല്ലെങ്കിൽ ജലസേചനത്തിനായി എന്തെല്ലാം പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്? നമുക്ക് ജലസേചനം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വലിയ കുടിവെള്ള പദ്ധതി ജലജീവന്റെ കുടിവെള്ളം നമുക്കൊരു 80% നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. എല്ലാ വീടുകളിലും വെള്ളത്തിന്റെ സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതോടൊപ്പം തന്നെ നമ്മൾ 4 പഞ്ചായത്ത് ഉടുമ്പന്നൂര്, വണ്ണപ്പുറം, കോടിക്കുളം അങ്ങനെ നമ്മുടെ പഞ്ചായത്തിൽ നിന്നുമാണ് ഈ വെള്ളം പമ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. നമുക്കിനി ഒരു 10% കൂടെ എത്താനുണ്ട് ഉയർന്ന മേഖലയിലേക്ക്. അത് നമ്മൾ പദ്ധതികൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വെള്ളത്തിന്റെ കാര്യം പൂർത്തീകരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പൈപ്പ് പൊട്ടലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അത് സാരമില്ല, അത് പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ജൽജീവൻ പദ്ധതിയെല്ലാം വളരെ വിജയകരമായി തന്നെ അവിടെ നടന്നു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലൈഫ് ഭവന പദ്ധതി, അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന പോലുള്ള ഭവന നിർമ്മാണ പദ്ധതികൾ പഞ്ചായത്തിൽ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഇതുവരെ ഈ ഒരു പദ്ധതിയുടെ ഗുണം ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഇതുവരെ എത്ര പേർക്ക് ഇത്തരത്തിൽ വീട് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്? നമ്മൾ 85 വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 60 വീടിന്റെ അഗ്രിമെന്റ് വെച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ വർഷമാണ് നമ്മൾ കൂടുതലായിട്ട് PMAY വീടുകൾ എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫുള്ള് പണിയാൻ ഉള്ള ഫണ്ട് കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് PMAY ഉള്ളിടത്തോളം വീടുകൾ നമുക്ക് പൂർത്തീകരിച്ച് നടത്തുവാൻ സാധിക്കും. അത് ഫണ്ട് വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മുടെ വിഹിതം സ്റ്റേറ്റിന്റെ സെൻട്രൽ ഗവൺമെന്റ് അതുപോലെ ബ്ലോക്ക്, ജില്ല എല്ലാം കൂടെ കൂട്ടി. അപ്പൊ നമ്മൾ അതെല്ലാം ക്രമീകരിച്ച് അതിന്റെ ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. വീട് പൂർത്തീകരിക്കാനുള്ള ഫണ്ടുകൾ വെച്ചിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണ രംഗത്ത് കുടുംബശ്രീ, അതുപോലെ തന്നെ തൊഴിലുറപ്പ് മുതലായ സംരംഭങ്ങളിലൂടെയെല്ലാം ജോലി നൽകുക, സ്ത്രീകൾക്ക് കൂടുതൽ എന്തെങ്കിലും കുടിൽ വ്യവസായം ഒക്കെ പോലെയുള്ള സംരംഭങ്ങൾ ആരംഭിക്കുക മുതലായ അത്തരത്തിലുള്ള സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് പഞ്ചായത്തിൽ ആവിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? നമുക്ക് കുടുംബശ്രീ ഏകദേശം 110ഓളം കുടുംബശ്രീ നമ്മുടെ ഈ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കുടുംബശ്രീക്ക് അതിൻ്റെതായ ഫണ്ടുകള്, കാര്യങ്ങള്, ലോണ് എല്ലാം നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ അത് നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് അതിന്റെ എല്ലാം ക്രമീകരണം. ചെയർപേഴ്സൺ ഉഷ ജോണി, അതുപോലെ തന്നെ എല്ലാവരുടെയും നല്ല പരിപൂർണ ശ്രദ്ധയോടുകൂടി ഈ പദ്ധതികളെല്ലാം നല്ല രീതിയിൽ നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ആഴ്ചച്ചന്ത എന്ന് പറഞ്ഞിട്ട് ഒരു മാസം 4 ദിവസം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിത പച്ചക്കറി കൊടുക്കുവാനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ അതിന്റെ ഉദ്ഘാടന പരിപാടികളെല്ലാം നടന്നു. ഈ കൃത്യം നമ്മൾ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ഇവിടെ വെച്ച് കൊടുക്കുവാനുള്ള സംവിധാനവും നമ്മൾ ചെയ്തിട്ടുണ്ട്. സാന്ത്വന പരിചരണ രംഗത്തും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയ്ക്കും വലിയൊരു തുക തന്നെ നീക്കിവെക്കുന്ന ഒരു പഞ്ചായത്താണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ ക്യാൻസർ രോഗികൾ, അതുപോലെ തന്നെ മറ്റ് കിടപ്പ് രോഗികൾ മുതലായവർക്കായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ നിരന്തരമുള്ള അല്ലെങ്കിൽ ദിനം പ്രതിയുള്ള പരിചരണം നൽകുന്നുണ്ടെന്ന് പറയുകയുണ്ടായി. ഇത്തരത്തിൽ നിലവിൽ ഈ പഞ്ചായത്തിൽ എത്രത്തോളം കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ എത്രത്തോളം രോഗികൾക്ക് ഈ ഒരു പരിചരണം നൽകി വരാൻ സാധിക്കുന്നുണ്ട്? അതുപോലെ തന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ കൂടുതൽ പ്രവർത്തനങ്ങൾ ഭാവിയിലേക്ക്
ഇനി നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ മുതലായവ എന്തെല്ലാമാണ്? പാലിയേറ്റീവിന് നമ്മൾ നല്ല രീതിയിൽ ഏകദേശം ഒരു 200ഓളം കുടുംബങ്ങളെ നമ്മൾ പാലിയേറ്റീവ് പരിചരണത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. അത് 20 ദിവസം, ഒരു മാസത്തിൽ 20 ദിവസം നമ്മൾ ഈ ഹോം പരിശോധനയ്ക്കായിട്ട് പോകുന്നുണ്ട്. അത് ആയുർവേദം ഉണ്ട്, ഹോമിയോ ഉണ്ട്. ഈ 3 പേരുടേതായ രീതിയിൽ 3 ദിവസം 3 കാര്യം 3 പേരുടെ 3 രീതിയിലുള്ള വീട് സന്ദർശനം, അതുപോലെ അതിന് വണ്ടിയും വെച്ച് നമ്മൾ ആസൂത്രണം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ നല്ല രീതിയിൽ ക്രമീകരിച്ചു പോകുന്നുണ്ട്. പാലിയേറ്റീവ് പരിചരണം നല്ല രീതിയിൽ, നല്ല ഫണ്ട് അതിന് തന്നെ വെച്ചിട്ടുണ്ട്. 8 ലക്ഷം രൂപയോളം പാലിയേറ്റീവ് പരിചരണത്തിനായി നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഇത് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ ആലക്കോട് പഞ്ചായത്തിൽ നടക്കുന്നത്. ഈ ഒരു ഭരണ കാലയളവിൽ മാലിന്യ നിർമ്മാർജ്ജന രംഗത്തായാലും ആരോഗ്യ മേഖലയിലായാലും അതുപോലെ തന്നെ കാർഷിക സ്ത്രീ ശാക്തീകരണ മേഖലകളിലായാലും നിരവധി പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ഒരു 5 വർഷ കാലയളവിൽ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധികൾ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിടേണ്ടി വന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തെല്ലാമായിരുന്നു? വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ വലിയ വെല്ലുവിളികളില്ല. പിന്നെ 2-3 അല്ലെങ്കിൽ പാറമടയൊക്കെ ഉള്ളതിന്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് പഞ്ചായത്തുകളിൽ ഏകദേശം 6ഓളം ക്വാറികളുണ്ട്. ഇനി നമുക്കൊരു ക്വാറികളുടെ ആവശ്യമില്ല, നമ്മൾ പഞ്ചായത്ത് ഭരണസമിതിയിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വേറെ മറ്റ് പ്രശ്നങ്ങളൊന്നും നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമ്മുടെ ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇപ്പൊ നമ്മൾ പാലിയേറ്റീവിന്റെ അല്ലാതെ തന്നെ നമ്മൾ തൈറോയിഡിന്റെ പരിശോധന, അത് നമ്മൾ 750 പേർക്ക് അത് തൈറോയിഡ് നോക്കണം. അതുപോലെ തന്നെ ക്യാൻസറിന്റെ പരിശോധന, ഇതെല്ലാം നമ്മൾ ക്രമമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത ദിവസം നാളെ അതിന്റെ പ്രവർത്തനം, നാളെ ശനിയാഴ്ചയാണ് ഈ ക്യാൻസറിന്റെ പരിശോധനയും അതോടൊപ്പം തൈറോയിഡിന്റെ പരിശോധന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ത്രീ ശാക്തീകരണമായിട്ട് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മളത് നടപ്പിലാക്കുന്നുണ്ട്. ഇനി ഭാവിയിലേക്കായി അല്ലെങ്കിൽ ഇനി വീണ്ടും ഒരു ഭരണകാലയളവിലേക്കായി എന്തെല്ലാം പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്? ഇനി നടത്താനിരിക്കുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കണം എന്ന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന മറ്റ് ഭാവി പദ്ധതികൾ, ലക്ഷ്യങ്ങൾ അത്തരത്തിലുള്ളവ എന്താണെന്ന് പങ്കുവെക്കാമോ? മാലിന്യം കുറയ്ക്കുവാനായിട്ടുള്ള സംവിധാനം ഞങ്ങൾ കഴിഞ്ഞ വർഷം സ്കൂളുകളിൽ മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞ ഒരു പരിപാടി സ്കൂളുകളെ കേന്ദ്രീകരിച്ചു കൊടുത്തു. ഈ വർഷം നമ്മളത് എല്ലാ വാർഡുകളിലേക്കും 350 പേർക്ക് പദ്ധതിയിലൂടെ നടപ്പിലാക്കിയിട്ടുണ്ട്. കാരണം അത് മാലിന്യം കുറയ്ക്കുവാൻ ഉള്ള ഒരു സംഭവമാണല്ലോ മെൻസ്ട്രൽ കപ്പ് കൊടുക്കുക. അത് നമ്മളിപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട്. കൂടുതൽ മാലിന്യം അത് വരും കാലങ്ങളിൽ ഇപ്പൊ നമുക്കൊരു അംഗൻവാടിയിൽ, നമ്മുടെ ഒരു 13-ാം വാർഡിൽ അംഗൻവാടിയിൽ നമുക്ക് ഒരു 7 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെ 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളെ നോക്കുവാനായിട്ട് പരിചരിക്കുവാനായിട്ടുള്ള ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിനുള്ള അനുമതി അത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 6 മാസമായ കുട്ടികളെ നോക്കാൻ വേണ്ടി അപ്പൊ 7 മണി തൊട്ട് 7 മണി വരെ അവിടെ പ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ വരും കാലങ്ങളിൽ സൗകര്യമുള്ള എല്ലാ അംഗൻവാടികളിലും അത് നടപ്പിലാക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഇപ്പം ഒരു അംഗൻവാടിയിൽ അതിനെ നമുക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ വരും കാലങ്ങളിൽ നമുക്കത് ജോലിക്കൊക്കെ പോകുന്നവരുടെ കുട്ടികളെ നോക്കുവാനുള്ള സംവിധാനം നമുക്ക് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാ വാർഡുകളിലും നമുക്ക് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം മുന്നോടിയായിട്ട് ഒരു വാർഡിൽ അതിന്റെ അനുമതി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുള്ള ആളെ എടുക്കുവാനും ഉള്ള ഓർഡർ വന്നിട്ടുണ്ട്. കൊച്ചുകുഞ്ഞുങ്ങളുടെ പരിചരണം പോലെ തന്നെ വലിയ ശ്രദ്ധ ആവശ്യമുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ ഒരു സമയം നൽകേണ്ട ഒന്നാണ് വയോജനങ്ങളുടെ പരിചരണവും. അത്തരത്തിൽ വയോജനങ്ങളുടെ സുരക്ഷയ്ക്കും വയോജനങ്ങളുടെ പരിചരണത്തിനും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കായി എന്തെല്ലാം പദ്ധതികൾ പഞ്ചായത്തിന്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ വയോജനങ്ങൾക്കായി എന്തെങ്കിലും പ്രത്യേക പദ്ധതികളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും നടപ്പിലാക്കി വരുന്നുണ്ടോ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്നൊന്ന്. അത് നമുക്ക് ഇന്നിപ്പോ ഈ കുട്ടികളെ നോക്കുന്നത് പോലെ തന്നെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് വയോജനങ്ങൾക്കും ഒരു സംവിധാനം ഉണ്ട് എങ്കിൽ, ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുമെങ്കിൽ, ഇപ്പൊ പ്രധാനമായിട്ട് എല്ലാ വാർഡുകളിലും ജില്ലയിലും പ്രധാന സ്ഥലങ്ങളിൽ ഒരു 2-3 ഇടത്തേലും ഇങ്ങനെ വയോജനങ്ങളുടെ സംരക്ഷണത്തിനായിട്ടൊരു സംരംഭം ഉണ്ടെങ്കിൽ നല്ലതാണ്. അത് എത്രത്തോളം നടപ്പിലാക്കാൻ പറ്റുന്നില്ല. വരും കാലങ്ങളിൽ നമുക്ക് അത് നടപ്പിലാക്കാൻ കഴിയണമെന്ന് ആഗ്രഹമുണ്ട്. ഒരാവശ്യമുള്ള കാര്യമാണത്. ഇത്തരത്തിൽ കൊച്ചുകുഞ്ഞുങ്ങളുടെ പരിചരണത്തെ കുറിച്ച് പറയുകയുണ്ടായല്ലോ. അപ്പോൾ അത്തരത്തിൽ അംഗനവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മാതൃശിശു സംരക്ഷണത്തിനായി നിരവധി പദ്ധതികൾ
നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കുട്ടികൾക്കും അതുപോലെ തന്നെ പുതുതായി നവജാത ശിശുക്കളുടെ അമ്മമാർക്കും പോഷകാഹാരങ്ങൾ വിതരണം ചെയ്യുന്നതും അവർക്ക് കൃത്യമായ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ മറ്റ് സപ്ലിമെന്റ്സ് നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ അംഗനവാടി വഴി നടന്നു വരുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി പഞ്ചായത്തിന് അവിടെ നടത്താൻ കഴിയുന്നുണ്ടോ? അത്തരത്തിൽ ഈ പോഷകാഹാര വിതരണവും അതുപോലെ തന്നെ മാതൃശിശു സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എത്രത്തോളം നന്നായി അവിടെ പുരോഗമിക്കുന്നുണ്ട്? അത് നമ്മൾ എല്ലാ വാർഡുകളിലും കൗമാരക്കാർക്കും അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളുടെ അമ്മമാർക്കും പോഷകാഹാര സംഭാവന 8 ലക്ഷം രൂപ നമ്മൾ ഫണ്ട് അതിനു വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. എല്ലാ അംഗൻവാടികളിലും അത് കൃത്യമായിട്ട് കൊടുക്കുകയും അത് എല്ലാവരിലും എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി തന്നെ നമ്മൾ 8 ലക്ഷം രൂപ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. അവരുടെ സംരക്ഷണത്തിനായിട്ട് തന്നെ അത് നടപ്പിലാക്കുന്നുണ്ട്. ആലക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നത്. കൃഷി രംഗത്തും അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജന രംഗത്തും ആരോഗ്യ മേഖലയിലും ഇതുവരെ നടപ്പാക്കിയിട്ടുള്ള ഈ ഒരു ഭരണ കാലയളവിൽ നടപ്പിലാക്കി വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ആവിഷ്കരിച്ചു വന്നിട്ടുള്ള പദ്ധതികളെയും കുറിച്ചായിരുന്നു പറയുന്നുണ്ടായിരുന്നത്. ജാൻസി തുടരുന്നുണ്ട്. ശ്രീ ജാൻസി, നിലവിൽ അവിടെ ഈ പൊതുജലാശയങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്? പ്രത്യേകിച്ചും പഞ്ചായത്ത് കിണറുകളും അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള ജലാശയങ്ങൾ, പൊതുകുളങ്ങളും അതുപോലെ തന്നെ കനാലുകളും തോടുകളും അത്തരത്തിൽ ജലസേചനത്തിനായി അടക്കം ഉപയോഗിക്കുന്ന ജലസ്രോതസ്സുകളുടെ എല്ലാം സംരക്ഷണം എങ്ങനെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്? ജലസ്രോതസ്സുകളെല്ലാം നമ്മൾ നല്ല രീതിയിൽ അത് തേകി വലയിട്ട് കൊടുക്കുവാനുള്ള സംവിധാനങ്ങൾ, എല്ലാം പൊതുവായിട്ടുള്ള കിണറുകളും നല്ല തേകി അതിന് വലയിടാനുള്ള സംവിധാനങ്ങൾ എല്ലാ വർഷവും നമ്മൾ നടപ്പിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കിണർ മെയിൻ്റനൻസ്, സാധാരണക്കാർക്ക് ഓരോ വർഷവും നമ്മൾ കിണർ മെയിൻ്റനൻസ് ചെയ്ത് അതും വലയിട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. ആലക്കോട് പിന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ റോഡുകളുടെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നത്. വരും വർഷങ്ങളിലും ഇത്തരത്തിൽ ജനഹിതം നിങ്ങൾക്ക് ഉചിതമാകട്ടെ, കൂടുതൽ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീ ജാൻസി.